പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ. Preparation for Pentecost Day. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കോസ്തിയുടെ ഒരുക്കത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈശോ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നു: തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ പെന്തക്കോസ്തിയുടെ ദിവസങ്ങളിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കറിയാം, ഉയർപ്പ് നാൾ മുതൽ ഈ പെന്തക്കോസ്തിയുടെ ദിനം വരെ ഈ 50 ദിവസക്കാലം നമ്മൾ തമ്പുരാൻ്റെ ആ ഒരു അനുഭവത്തിൽ, ഒരു വിശ്വാസത്തിൽ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും പിതാവായ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുവാനുള്ള ഒരു യോഗ്യതയുണ്ട്. അവനിൽ വിശ്വസിക്കുക, അവൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അനുതപിച്ച് പശ്ചാത്തപിച്ച് സിഹിയോൻ മാളിക മുറിയിൽ ഈശോയുടെ ശിഷ്യന്മാർ എങ്ങനെ ഒരുങ്ങിയിരുന്നുവോ അതുപോലെ ഈ 50 ദിവസക്കാലം നമുക്കും ഒരുങ്ങുവാൻ പറ്റുവാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആഗമനം നമ്മുടെ ഉള്ളിലേക്ക് പ്രാവർത്തികമാകുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമുക്കറിയാം, നമ്മൾ നോയമ്പ് നോക്കുന്നത് 50 ദിവസവും, അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്കർക്കിടയിലാണെങ്കിൽ 40 ദിവസവുമാണ്. ഈ 40 ദിവസം നോക്കിയാലും 50 ദിവസം നോക്കിയാലും അതിന് ശേഷമുള്ള ഈ 50 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ പറഞ്ഞു, ആത്മാവ് വരുന്നത് വരെ നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകരുതെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നത് വരെ അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാൻ നമ്മളെ അടുത്ത വർഷത്തിലേക്ക്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തിലേക്ക് നമ്മൾ ഒരുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ സ്വീകരിക്കും. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, എല്ലാ അലങ്കോലങ്ങളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതയിൽ നിന്നും, എല്ലാ തരത്തിലുള്ള കലഹത്തിൽ നിന്നും, ഭിന്നതയിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.